ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 19. പ്രപഞ്ചവും നിയമവും ദൈവമഹത്വം പ്രഘോഷിക്കുന്നു. 19:1. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ, ആകാശവും ഭൂമിയും അതിലുള്ള സകലതും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അവയെല്ലാം തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും അതിലുള്ള മനുഷ്യരും ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും ഓരോ ദിവസവും ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 7 മുതലുള്ള വചനങ്ങൾ. കർത്താവിൻ്റെ നിയമം അവികലമാണ്, അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു. കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ്, അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നിയമമാണ് നമുക്ക് ജ്ഞാനം നൽകുന്നത്. ജോബിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ 5-ാമത്തെ വചനം. അധരം തുറന്ന് ദൈവത്തോട് സംസാരിക്കുക, ദുർഗ്രഹമായ ജ്ഞാനത്തിൻ്റെ രഹസ്യങ്ങൾ അവിടുന്ന് നിന്നെ അറിയിക്കും. ദൈവത്തോട് സംസാരിക്കുന്നവന് ദൈവം ജ്ഞാനം നൽകുന്നു, അത് വിനീതരെ ജ്ഞാനികളാക്കുന്നു. കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണ്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ദൈവഭക്തി നിർമ്മലമാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ വിധികൾ സത്യമാണ്, അവ തികച്ചും നീതിപൂർവകമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നിയമം, ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ പ്രമാണം, ദൈവത്തിൻ്റെ ഭക്തി, ദൈവത്തിൻ്റെ വിധികൾ, ഇങ്ങനെ പല പേരുകളിൽ നമ്മെ ഈ സങ്കീർത്തനം ഓർമ്മിപ്പിക്കുകയാണ്. അതെല്ലാം വിശുദ്ധമാണ്, അതെല്ലാം ജ്ഞാനം നൽകുന്നതാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കേ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. 10-ാമത്തെ വചനം പറയുന്നു, അവ പൊന്നിനെയും തങ്കത്തേക്കാൾ അഭികാമ്യമാണ്, അവ തേനിനെയും തേൻകട്ടയേക്കാൾ മധുരമുള്ളതാണ്. ദൈവവചനത്തെ ആദരിക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്യുന്നവന് അവ പൊന്നിനെയും തങ്കത്തേക്കാൾ വിലയുള്ളതാണ്, തേൻകട്ടയേക്കാൾ മധുരമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ദൈവത്തിൻ്റെ കൽപ്പനയെ സ്നേഹിക്കുകയും അത് ആദരിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുക. നമുക്കിഷ്ടമുള്ളതാണ്, നാം കൂടുതൽ സ്നേഹിക്കുന്നതാണ്, നമ്മെ സന്തോഷിപ്പിക്കുന്നതാണ് നാം കൂടെ കൂടെ ചെയ്യുക. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ സ്നേഹിക്കാനും ആദരിക്കാനും തുടങ്ങിക്കഴിയുമ്പോൾ അത് നമുക്ക് തേൻകട്ടയേക്കാൾ മധുരമുള്ളതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടും. 12 മുതലുള്ള വചനങ്ങൾ ഒരു ആത്മവിമർശനമാണ്. നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് ആത്മപരിശോധന ചെയ്യുകയാണ്. സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും, മഹാപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും. എൻ്റെ ജീവിതത്തിൽ 2 തരത്തിലുള്ള തെറ്റുകളാണ് സംഭവിക്കുക. 1 ബോധപൂർവം ചെയ്യുന്നത്, 2 അറിയാതെ വന്നു പോകുന്നത്. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളാണെങ്കിലും അറിയാതെ വരും തെറ്റുകളാണെങ്കിലും എല്ലാം ദൈവത്തെയും സഹോദരങ്ങളെയും നമ്മയും തമ്മിൽ വേദനിപ്പിക്കുകയും മുറിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. അത് ദൈവത്തോടുള്ളൊരു പ്രാർത്ഥനയാണ്. സകലവിധ തിന്മകളിൽ നിന്നും, അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന തിന്മകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. 14-ാമത്തെ വചനം. എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവ്, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും ദൈവമേ അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. ഈ ലോകത്തിൻ്റെയോ മറ്റു മനുഷ്യരുടെ മുമ്പിലല്ല എൻ്റെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളുമെല്ലാം ദൈവമേ അങ്ങയുടെ മുമ്പിൽ അത് അഭികാമ്യമായിരിക്കണം, അത് സ്വീകാര്യമായിരിക്കണം. അപ്പോൾ ലോകം മുഴുവൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒന്നു ചേർന്ന് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അതിനെ സ്നേഹിക്കാനും ആദരിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് ജ്ഞാനം നൽകും, എന്തെന്നില്ലാത്ത സന്തോഷം നൽകും. അത് തേനിനേക്കാൾ മധുരമായി നമുക്ക് അനുഭവപ്പെടും. അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന എല്ലാ തെറ്റുകളിൽ നിന്നും ഉള്ള മോചനത്തിനായിട്ട് നമുക്കും സങ്കീർത്തകരോടൊപ്പം പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പോഴും അത് നിർമ്മലമായിരിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.